ദുരന്തത്തിന്റെ ഭീകരത കൊണ്ടും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ നിരവധി പേർ ഈ ദുരന്ത മേഖലയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടുമൊക്കെ നേപ്പാൾ മിന്നൽ പ്രളയത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്നും ടോപ്പ് 10-ൽ ആദ്യ വാർത്ത തന്നെയാണ്. വടക്കൻ നേപ്പാളിനെ തരിപ്പണമാക്കിയ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നത് വലിയ രീതിയിൽ ആശങ്ക കൂട്ടുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 389 മരണം റിപ്പോർട്ട് ചെയ്തു. 1400-ഓളം പേരെ കാണാതായി എന്നുള്ള അനൌദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും ഇതിൽ 33 പേർ മലയാളികളാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ജിഷ്ണു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ ആശങ്ക അവസാനിക്കുന്നേയില്ല. തിരുവോണദിനത്തിൽ ഒരുപക്ഷെ മലയാളിക്കുണ്ടായ ആ സന്തോഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയൊരു സങ്കടം, നമ്മുടെ സഹോദരങ്ങൾ നേപ്പാളിൽ പെട്ടുപോയവർ, അകപ്പെട്ടുപോയവർ, അത് ഇന്ത്യക്കാരടക്കമുള്ളവർ അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാകട്ടെ, പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു. ഓരോ സമയം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും ആ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് മരണസംഖ്യ കൂടുന്നു. കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് വ്യത്യാസമുണ്ടാകുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എവിടെ ആരൊറ്റപ്പെട്ടു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഇന്ത്യ നേപ്പാളിനൊപ്പം തോളോട് തോൾ ചേർന്ന് സഹായം നൽകുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സ്വപ്ന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. അപകട സാധ്യതയുള്ള മേഖലകൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയം വൻ നാശനഷ്ടമാണ് ടിബറ്റൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വടക്കൻ നേപ്പാൾ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ, ഈ അപകടത്തിന് ശേഷമുള്ള ഉപഗ്രഹ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ വടക്കൻ നേപ്പാൾ മേഖലയിൽ ഉണ്ടായി. അവിടെയും മഞ്ഞുമല ഇടിഞ്ഞു വീണ് വൻ പ്രളയം ഉണ്ടാവുകയും ഇതിനോടകം തന്നെ മരണസംഖ്യ 400-അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അനൗദ്യോഗികമായ കണക്കുകൾ അതിൽ കൂടുതൽ മരണം സംഭവിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ സേനയും പോലീസും സൈന്യവും സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുന്നു. നിരവധി കെട്ടിടങ്ങൾ, വീടുകൾ, പാലങ്ങൾ, റോഡ് ഇവയെല്ലാം തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം എത്ര ആളുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടത്തി വരികയാണ്. ദുരന്ത നിവാരണ സേനയും സൈന്യവും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അത് അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് ദുരന്ത നിവാരണ സേന, നേപ്പാളിലെ ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്ത്യ ഇക്കാര്യത്തിൽ നേപ്പാളിന് ഈ അപകട സമയത്ത് വലിയ പിന്തുണ നൽകുകയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുമുള്ള സഹായവുമായി ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിൽ പറന്നിറങ്ങിയിരുന്നു. ഒപ്പം വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് നേപ്പാളിൽ ഈ പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ഇന്ത്യൻ പൗരന്മാരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർത്ഥാടകരായിരുന്നു. അതിൽ തമിഴ്നാട് സ്വദേശികളുമുണ്ട്. മറ്റ് 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അവരെ കാണാതായിട്ടുണ്ട്. അതിൽ 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും ഒപ്പം നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് തന്നെ 800-ലധികം ആളുകൾ, അതിൽ 456 വിദേശ പൗരന്മാരുൾപ്പെടെ 800-ഓളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അപകടത്തിന്റെ എല്ലാം വ്യക്തമായിട്ടുള്ള നാശനഷ്ട കണക്കുകൾ, ആളപായം സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം വ്യക്തമായി പുറത്തുവരാൻ സമയമെടുക്കും. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പിന്തുണ ഈ അപകട സമയത്ത് നേപ്പാളിന് നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായം നൽകിയിട്ടുണ്ട്. അപ്പം നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത ഉണ്ടാവുകയും അവിടെ നദിയിൽ വെള്ളം ഉയരുകയും ചെയ്തതിനാൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിലെ ചില മേഖലകളിൽ നിന്ന് മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെടുത്തതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നേപ്പാളിൻ്റെ താഴെ ഭാഗത്തേക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും എല്ലാം. നദിയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ അത് ഈ സംസ്ഥാനങ്ങളിലേക്കും എത്തും. അതുകൊണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ്, ബീഹാർ കൂടാതെ പശ്ചിമ ബംഗാളിലും സമാനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വപ്ന.